ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് തുർക്കിഷ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു കേക്കിനേക്കാൾ ഉപരി ഒരു പുഡിങ്ങിൻ്റെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഈ മിൽക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 4 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുട്ട നേരെ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. യെല്ലോ വൈറ്റ് ഒന്നും നമ്മൾ മാറ്റി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗർ പൊടിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ആയിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഓൾറെഡി സീവ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നമ്മളിത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഏത് കേക്ക് ട്രേയിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. പാൻ നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ലിഡിന് എന്തെങ്കിലുമൊക്കെ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇടാനായിട്ടും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കേക്ക് ചൂടാറുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 1.5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു മിക്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയിട്ട് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ട്രെയിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ സെറ്റാക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ കേക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിൻ്റെയും ബാക്കി വന്നിട്ടുള്ള ഒരു പോർഷന് ഞാനിതിൻ്റെ നടുവിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിൽക്കിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ മിക്സ് ഞാൻ ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ കേക്ക് ആ പാലൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പാൽ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തത്.
അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പാലിൻ്റെ മിക്സ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ സമയം നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ കേക്കിലേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ കറക്റ്റ് ആ ഒരു സ്റ്റിഫ്നെസ് ഒന്നുമില്ല. കാരണം ഇത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇത് ആക്കി കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കാരമൽ സോസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നല്ല തണുത്താലാണ് നമുക്കിതിന് മുകളിലേക്ക് നമ്മുടെ കാരമൽ സോസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കാരമൽ സോസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷുഗറൊക്കെ നല്ലോണം ഡിസോൾവ് ആയിട്ട് ഇതുപോലെ ക്യാരമൽ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാരമൽ സോസ് എപ്പോഴും നമ്മൾ തണുത്തിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ ഇത് കാരമൽ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളെടുത്ത 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലുള്ള ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള നമ്മുടെ തുർക്കിഷ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് അപ്പോൾ തന്നെ ഒന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ ബാക്കി വന്ന ഭാഗം ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയത്. പക്ഷേ അതിന് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഓവർനൈറ്റ് വെച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് മുറിച്ചപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു, സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ പോർഷനാണ് കേട്ടോ ഇത് അതിലേറെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഓവർനൈറ്റ് വെച്ചതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മിൽക്കൊക്കെ ഉണ്ടല്ലോ അത് നല്ലോണം അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക്. അപ്പോൾ നമ്മൾ വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഈ തുർക്കിഷ് മിൽക്ക് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്